honey. Sorry. Guys, so it's Sunday. നമ്മളപ്പോൾ പള്ളിയിൽ പോണിയാണ് കുർബാനക്ക് വിടാൻ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ യൂഷ്വൽ വീക്കെൻഡ് പരിപാടികൾ. So let's go. I don't know whether you can hear me. നമ്മൾ ഷവർമ ട്രൈ ചെയ്യാൻ അച്ചുവിൻ്റെ സജഷൻ പ്രകാരം ഷവർമ ടൈമാണ്. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ. ഭയങ്കര ചൂടല്ലേ? കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നതാണ്. ഹോപ്പ്ഫുള്ളി ഇറ്റ്സ് ഗുഡ്. അടിപൊളി ഷവർമ. നമ്മൾ പണ്ടൊക്കെ വരുന്ന ഷവർമയുടെ അതേ ടേസ്റ്റ് ഉണ്ട്. സോ ഡു ട്രൈ ഇറ്റ് ഔട്ട്. ഇത് നമ്മുടെ ചുള്ളിക്കലാണുള്ളത്. അതും 120 rupees ഉള്ളൂ. സോ ഗുഡ് ഗൈസ്. ഹായ്, എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? നല്ല ടേസ്റ്റും നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അല്ലേ? ഇറ്റ് വാസ് വെരി ഗുഡ്. ഇതാണ് കട, ചുള്ളിക്കലാണുള്ളത്. ഇന്നൊക്കെ കാറിൽ കയറി സൗകര്യം. ബിക്കോസ് we are literally in the middle of road and people are watching. ഷവർമ ഒക്കെ കഴിച്ച ഫുള്ളായി. ആക്ച്വലി നല്ല ക്വാണ്ടിറ്റിയും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അവിടെ ഭയങ്കര ലൗഡായിരുന്നു. ഞാൻ എന്തൊക്കെ പറയുന്നുണ്ട്, അത് പക്ഷെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. സോ നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഡെക്കാത്ലോണിൽ പോകണം. റോഹന് ഒരു ജോഗേഴ്സ് മേടിക്കാൻ. നമ്മൾ ആക്ച്വലി എല്ലാ വീക്കെൻഡും നമ്മൾ ഇതൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ താമസിച്ചിറങ്ങാണ്ട് മിക്കവാറും നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല. ഇന്ന് നമുക്കൊരു നല്ല ഒന്നാന്തരം പണി കിട്ടി. അത് നമ്മൾ ഏറ്റവും താമസിച്ചത്. ഞങ്ങൾ ആക്ച്വലി കാർ എടുത്ത് പള്ളിയിൽ എത്തിയപ്പോൾ നോക്കിയപ്പോൾ വണ്ടി പഞ്ചറായി ഗൈസ്. ഒന്നാമത് സൺഡേ. സോ വാട്ട് വി ഡിഡ് വാസ്, നമുക്ക് സ്റ്റെപ്പിനി ഉണ്ടായിരുന്നു ഭാഗ്യത്തിന്. റോഹനും അച്ഛനൊക്കെ അവിടെ നിന്ന് ടയറൊക്കെ മാറി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോയത്. ഇപ്പൊ അച്ഛൻ നമ്മൾ ആക്കി. ഇനി നമ്മൾ പോകാൻ പോകുന്നത് Decathlon. Okay guys, let's go. നല്ല ഒന്നാന്തരം മഴയാട്ടോ. നമ്മൾ കറക്റ്റ് എത്താറായപ്പോ നല്ല ഒന്നാന്തരം മഴ. ഇറ്റ് ഫീൽസ് ഗുഡ് ദോ, റൈറ്റ്? ആഫ്റ്റർ എ ലോങ് ടൈം റെയിനിങ്. ഡെക്കാത്ലോണിൽ കയറി. അപ്പോൾ റോഹിന് ഒരു കാർഗോസ് വേണം. ഇത് ആക്ച്വലി അമേരിക്കൻ ഈഗിളാണ്. പക്ഷെ ഇവിടുത്തെ ഞാൻ നോക്കിയായിരുന്നു. അത്യാവശ്യം ഇതുണ്ട് ഈ ജീൻസൊക്കെ. ആക്ച്വലി ലൈക്ക് ഇറ്റ്. കൊള്ളാല്ലേ ബേബി? യെസ്. ഇതിപ്പോൾ അമേരിക്കൻ ഈഗിളിത്തെ പകുതി വിലയേ ഉള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേകത. പക്ഷെ കൊള്ളാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവരുടെ ഈ ഔട്ട്ഫിറ്റ്സ് ഒക്കെ നൈസല്ലേ? മീൻസ് ട്രെക്കിംഗ് വൈബൊക്കെ. ഇതുണ്ടോ ബൂട്ട്സിൻ്റെ ഒക്കെ ഇപ്പോൾ ഇടാൻ നല്ലതായിരിക്കും. റോഹൻ ഇപ്പം ഇട്ടേക്കണം ബൂട്ട്സിൻ്റെ ഒക്കെ. അപ്പം നല്ലതായിരിക്കും. അത് മഴയത്താണ് ഓടി വന്നത്. മുടിയൊക്കെ ഇച്ചിരി വെറ്റായിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഷർട്ട് നമ്മൾ ഈ ഷർട്ട് ഇഷ്ടമായിട്ടോ. നൈസ്. ലുക്കിംഗ് സോ ഹാൻഡ്. എനിക്കൊന്നുമില്ല ഇവിടെ തിരിഞ്ഞ്. ലാജ ആണെങ്കിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ലാജ ആണെങ്കിൽ ഒരു ലൂസ് ഫിറ്റ് ആയിരിക്കും. തിരിഞ്ഞ് ക്യാൻ യു ഷോ മീ? ലാജ എടുത്തിട്ട് വരാം. ഓ എന്ത് ഭംഗിയാണ് കാണാൻ. സോ ഗുഡ് ആക്ച്വലി. ക്യാൻ ഐ സീ യുവർ ഫ്രണ്ട്? ലാജ ഞാൻ എടുക്കാം. ഒയ്യോ നല്ല ഭംഗിയുണ്ട് കേട്ടാ. മൈ ഗോഡ്, ലുക്ക് അറ്റ് ദിസ്. സോ നൈസ്. ബൈ. ഹായ് ഗൈസ്. ഇന്നൊക്കെ എങ്ങടാ പോകണ്ടെന്ന് അറിയോ? നോ, വോൾക്കാനോ ഡെസേർട്ട് ടൈം. ഗൈസ് നമ്മൾ റോഹന് ഒരു കാർഗോസ് എടുത്ത ഒരു ഷർട്ട് റിയലി ടയർ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഇതല്ലേ ടയർ ബേബി?
ഇതായിരുന്നില്ലേ പുതിയത്? ഇതാണ് കഷ്ടപ്പെട്ട് ഇന്ന് ഇട്ടത്. എങ്ങനെ ഉണ്ടായിരുന്നു ഷർട്ട്? എനിക്ക് ഇഷ്ടമായിട്ടാ. കാർഗോസും ഷർട്ടും കൂടി 2700. അത് ഈ കാർഗോസ് ഇപ്പൊ റോഹിനിട്ടേക്കണത് നമ്മൾ അമേരിക്കൻ ഈഗിള് 5000 ആണ്. അത് വെച്ച് നോക്കുമ്പോ ഇത് 1500 രൂപ. എന്ത് ലാഭല്ലേ? സോ നിങ്ങൾക്ക് കാർഗോസ് ഒക്കെ മേടിക്കണമെങ്കിൽ ഡെക്കാത്ലോൺ. നല്ല ക്ലോത്ത് മെറ്റീരിയൽ അല്ലേ? നമ്മള് പോവാൻ പോകുന്നത് നമ്മുടെ തോമ്പടി അല്ല, ആക്ച്വലി BOT ബ്രിഡ്ജിന്റെ അടുത്തുള്ള വോൾക്കാനോ ക്രീമറിയിലാണ്. അലീന എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീക്കെൻഡ്, ചേച്ചി ഒന്ന് പോകുന്നു. സോ ഓഫ് കോഴ്സ് ഐ വാണ്ടഡ് ടു ഗോ. ആക്ച്വലി ഞാൻ വിചാരിക്കണായിരുന്നു പോകണം. അപ്പോഴാണ് കറക്റ്റ് അലീന എന്നോട് പറഞ്ഞത്. സോ ടുഡേ വി ആർ ഗോണ ഡു ദാറ്റ്. സോ ലെറ്റ്സ് ഗോ. ഇവിടെ നമ്മുടെ വില്ലിംഗ്ടൺ, 15 വില്ലിംഗ്ടൺ എന്നല്ലേ ഈ സ്ഥലത്തിന് അവര് പേരിട്ടേക്കണേ. ഇവിടെയാണ് നമ്മുടെ സ്റ്റാർബക്സ്. പിന്നെ അപ്പുറത്ത് എന്തോ അർബൻ പറാത്ത, പിന്നെ നമ്മുടെ സ്റ്റുഡിയോ ഒക്കെ ഉണ്ട്. സോ ഈ ഫുഡ് ജോയിന്റിലാണ് ലാസ്റ്റ് ആയിട്ട് ആഡ് ആയ പ്ലേസ് വോൾക്കാനോ ക്രീമറിയാണ്. കുറച്ച് നാളായി. അപ്പൊ ഞാൻ കുറച്ച് നാളായി വിചാരിക്കണേ വന്നെന്ന്. ഫൈനലി അലീനയാണ് എനിക്ക് ആക്ച്വലി ആ പുഷ് തന്നതല്ലേ. സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഉണ്ടെങ്കിൽ ഡു കമന്റ് ഗൈസ്. ആക്ച്വലി പെർഫ്യൂം കളക്ഷൻ ചെയ്യുമെന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സൂൺ ഐ വിൽ ഡു ഇറ്റ്. എന്തായാലും ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്തിടുന്നതായിരിക്കും. എനിക്ക് അങ്ങനെ ഭയങ്കര കളക്ഷൻസ് ഒന്നുമില്ല, കൂടുതലും ബോഡി മിസ് കാര്യങ്ങൾ. പക്ഷെ റോഹനും ഉണ്ട്. സോ ഞങ്ങളുടെ രണ്ടിനും കമ്പൈൻ ചെയ്തിട്ട് വരണം. ഞാൻ എന്തായാലും ഇടാം കേട്ടോ. ഇതാണ് വോൾക്കാനോ ക്രീമറി. ഇവിടെ നോക്കിയിട്ട് നല്ല തിരക്കുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. നമുക്ക് എന്തായാലും ഇല്ല അധികം തിരക്കില്ല, സീറ്റൊക്കെ ഉണ്ടാവും. സോ ലെറ്റ്സ് ഗോ ഗൈസ്. Look, the Old Harbour Hotel Ambassador, so nice. ഫോർ സ്റ്റാർട്ടേഴ്സ് സ്ട്രോബെറി ഓർഡർ ചെയ്തേ. നമ്മൾ ഓൾറെഡി ഷവർമയൊക്കെ കഴിച്ചത് കൊണ്ട് നമ്മളിപ്പോൾ അത് മാത്രം പറഞ്ഞോളൂ. പിന്നെ ഐസ്ക്രീം വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം. കാരണം എപ്പോഴും നമ്മൾ ഓവർലോഡ് ആവാറുണ്ട് അല്ലേ? ഐസ്ക്രീം നാളെ ജോലിക്ക് കൊള്ളാട്ടോ. അടിപൊളി ചോക്ലേറ്റ്, ലണ്ടൻ ചോക്ലേറ്റ്. ചോക്ലേറ്റ് സോ ഗുഡ്. ബട്ട് സ്ട്രോബെറി, നിങ്ങൾക്ക് സ്ട്രോബെറി ഇഷ്ടമാണെങ്കിൽ മാത്രം ഇഷ്ടമാവും. ഐ ലൈക്ക് ഇറ്റ്. ചെറിയ പുളിയുണ്ടായി ചോക്ലേറ്റ് I'll say something. You really love this if you love chocolate. If you love chocolate, then you love chocolate. Chocolate അടിപൊളി. ഇന്നിപ്പോൾ ഇപ്പോൾ നമുക്ക് വേറെ നമുക്കൊന്നും ചെയ്യുന്നുണ്ടല്ലോ, കുറേ ഉണ്ട്. പക്ഷേ അടുത്ത പ്രാവശ്യം നമുക്ക് എന്തെങ്കിലും ചോക്ലേറ്റ് ട്രൈ ചെയ്യാം. അങ്ങനെ ചോക്ലേറ്റ് ഇല്ല അടിപൊളി ചോക്ലേറ്റ് നിങ്ങൾ ട്രൈ ചെയ്യാം. ചോക്ലേറ്റ് കുറവാകുമ്പോൾ ചെറിയ പൊളി മാത്രമേ കിട്ടുള്ളൂ. സ്ട്രോബെറീസിന് പൊളിയില്ല, സ്ട്രോബെറിയാണ്. ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ട് അതിൻ്റെ ഇടയിൽ? ട്രൈ ചെയ്തത് ഇതിനൊരു 30 റുപ്പീസാണ്. നമുക്ക് ഈ ഗ്ലാസ് മൊത്തം കുഞ്ഞു കുഞ്ഞു കുറേ സ്ട്രോബെറീസും കിട്ടും. പിന്നെ നിങ്ങൾക്കൊരു 40 റുപ്പീസ് എക്സ്ട്രാ കൊടുത്താൽ അതിൻ്റെ പൈസ കൂടെ ആഡ് ചെയ്യും. ഹായ് ഗായ്സ്, ഡു യു ലൈക്ക് ഇറ്റ്? തിന്നതൊന്നൊരു അഡിക്റ്റീവ് ആയല്ലേ? സ്ട്രോബെറീസ് ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടമാവും തീർച്ചയായും. പിന്നെ
ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഒടുക്കത്തെ ടേസ്റ്റ് കൊടുത്ത ചോക്ലേറ്റ്. നിങ്ങൾ തന്നെയാണെങ്കിൽ ഡൂ ട്രൈ ചോക്ലേറ്റ് ആവും. കുറേ ഡെസേർട്ട്സ് ഉണ്ട്. പിന്നെ ഐസ്ക്രീമൊക്കെ ഇവരിവിടെ ചേണറുണ്ട്, ഐസ്ക്രീം ചേണറില്ലേ, ഇവിടെ ലൈവായിട്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊരു ഹെൽത്തി ഡെസേർട്ട് അല്ലേ ആക്ച്വലി, അല്ലെ? ഒരു ഫ്രൂട്ട് കൂട്ടല്ലേ ഫുള്ളി കോട്ടഡാണ്. എങ്ങനെയുണ്ട്? ഇവിടെ മിൽക്ക് കേക്ക് ഉണ്ട് കേട്ടോ. നമ്മൾ ആക്ച്വലി നമ്മുടെ ഹണി സ്പെഷ്യൽ കേക്കിന്റെ കഫേയിൽ പോയിട്ടാണ് മിൽക്ക് കേക്ക് ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്തത്. സ്ട്രോബെറി. ഓ മൈ ഗോഡ്, എനിക്ക് മിൽക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമായി. ഇറ്റ്സ് എ ഫേവറേറ്റ് കൈൻഡ് ഓഫ് കേക്ക് ഐ ഹാഡ്. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ബ്രൗണി ഇഷ്ടം. ഇവിടെ ഇപ്പോൾ ബ്രൗണി കുറേ ഡെസേർട്ട്സ് ഉണ്ട്, ചീസ് കേക്ക് ഒക്കെ ഉണ്ട്. നിങ്ങൾ എന്തായാലും വരികയാണെങ്കിൽ ഐ തിങ്ക് ദാൻ മിൽക്ക് കേക്ക് ഇസ് വെരി ഗുഡ്. മിൽക്ക് കേക്ക് ഐസ്ക്രീം ട്രൈ ചെയ്യുക. ദിസ് ഇസ് വെരി നൈസ്. പക്ഷേ സ്ട്രോബെറി ഇഷ്ടമല്ലെങ്കിൽ ഒരിക്കലും നിങ്ങളത് കഴിക്കരുത്. സ്ട്രോബെറിയുടെ പുളിയൊക്കെ ഇഷ്ടമുള്ള നമ്മളെ പോയിട്ടുള്ള ഈ ലൈക്ക് ഹെൽത്തി ഡെസേർട്ട് ഭയങ്കര മട്ടിക്കുന്ന ചോദ്യം. നമ്മളപ്പോൾ നമ്മളുടെ വോൾക്കാനോ ക്രീമറിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുക. ബിക്കോസ് വി ബോത്ത് ഹാവ് വർക്ക്ഡ്. വി ആക്ച്വലി ലവ്ഡ് ഇറ്റ് അല്ലേ? കാരണം വേറെ ഒന്നും കൊണ്ടല്ല, എക്സാജറേഷൻ അല്ല, വെറുതെ ഹൈപ്പാണോ അതൊന്നുമല്ല. സാധാരണ ഞങ്ങളിപ്പോൾ എന്തെങ്കിലും മധുരം കഴിച്ചാൽ ഞങ്ങൾക്ക് എപ്പോഴും മതിയാവും അല്ലേ? ഭയങ്കര ബാഡ് ഫീലിംഗ് ആയിരിക്കും. കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മത്തൊക്കെ അടിച്ച ഒരു ഹൈ ഫീലിംഗ് ആയിരിക്കും. ഇതെന്തോ സ്ട്രോബെറി ആയതുകൊണ്ടായിരിക്കാം, ഫ്രൂട്ട് അല്ലേ, ഫ്രൂട്ട് കഴിച്ചുകൊണ്ട് വി ഫീൽ ഗുഡ്. ഭയങ്കര ഹൈ ആയില്ല, മധുരം വാസ് ഓക്കെ ആയിരുന്നു. ആ ചോക്ലേറ്റ് ആണെങ്കിൽ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഗാലക്സിയുടെ ടേസ്റ്റാണ് തോന്നിയത്. എന്തോ ഒരു ലണ്ടൻ ചോക്ലേറ്റ് എന്നാണ്. കൊള്ളാം, സംഭവം എന്തായാലും കൊള്ളാം. 230 rupees ഞങ്ങൾക്ക് വർത്ത് ആയിട്ട് തോന്നി. കാരണം ഞങ്ങൾക്ക് 2 പേർക്കും വയറ് നിറഞ്ഞു അല്ലേ? നല്ല കുറെ സ്ട്രോബെറീസ് ഉണ്ടായിരുന്നു. പിന്നെ ചോക്ലേറ്റ് വാസ് വെരി റിച്ച്. പിന്നെ പുളിയാണ് സ്ട്രോബെറിക്ക് ഓഫ് കോഴ്സ്. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങളത് ട്രൈ ചെയ്താൽ മതി. നിങ്ങൾ ഹൈപ്പ് കൊണ്ട് ട്രൈ ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ എനിക്ക് കട ഭയങ്കര ഇഷ്ടമായി. നല്ല സോങ്സ് ഒക്കെ സ്ട്രോബെറി ഐസ്ക്രീമിൽ സ്ട്രോബെറി അവർ ഇടാറില്ലെന്ന് എനിക്ക് തോന്നുന്നു. ആകെ എനിക്ക് സ്ട്രോബെറി ഐസ്ക്രീമിൽ സ്ട്രോബെറി കിട്ടിയത് ബാസ്കിൻ റോബിൻസിലും ഗ്രാൻഡ് ഹാറ്റില് അവര് സ്ട്രോബെറിയുടെ ബേബി. സത്യം പറയട്ടെ, ഈ മിക്ക ഐസ്ക്രീം ബ്രാൻഡിലും അവര് ഫ്രൂട്ട്സ് ഒന്നും ഇടാറില്ല. അത് അതിന്റെ ഫ്ലേവർ ഇടുന്നത്, അതുകൊണ്ടല്ലേ മധുരം. പിന്നെ സ്ട്രോബെറി മധുരമുള്ളതൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ ഒന്നും നമുക്ക് സ്ട്രോബെറി അങ്ങനെ വളർത്തുന്നൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് അങ്ങനെ അധികം മധുരമില്ലാതെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്യണമെങ്കിൽ ഒരു മിൽക്ക് കേക്ക് ട്രൈ ചെയ്ത് നോക്കുക. അതാണ് അവരും ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത്. പിന്നെ മിൽക്ക് കേക്ക് കഴിക്കാൻ സത്യം പറഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിച്ചല്ലോ, അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സ്വീറ്റ് കഴിക്കണം എന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്തായാലും എനിക്ക് ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഓഫ് കോഴ്സ് ഐ വിൽ ട്രൈ. താങ്ക് യു സോ മച്ച് അലീന ഫോർ സജസ്റ്റിംഗ് ദിസ്. താങ്ക് യു ഡിയർ. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡു കമന്റ്. പിന്നെ അശ്വിൻ അച്ചു ഞാൻ എന്തായാലും പെർഫ്യൂമിന്റെ വീഡിയോ ഇടാം. സോ ഐ തിങ്ക് ഐ എം ഗോണ എൻഡ് ദിസ് ഹിയർ റൈറ്റ്. നിങ്ങൾ ഞാൻ ബോർ എടുപ്പിക്കുന്നില്ല. പിന്നെ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ഫുഡ് സ്പോർട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഡു കമന്റ് ഗൈസ്. കാരണം എനിക്കും റോഹനും ഭയങ്കര ഇഷ്ടമാണ്. എനിക്കാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടം. എനിക്ക് ഫുഡ് കഴിക്കുന്നതിനേക്കാളും അങ്ങനത്തെ ഒരു പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ നല്ല ടേസ്റ്റ് ഉള്ള സംഭവം കഴിക്കാൻ ഓഫ് കോഴ്സ് ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വീക്കെൻഡിലെ പരിപാടി. ഞാനിങ്ങനെ വീക്ക് ഡേയ്സ് രാത്രി റോഹനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കുറെ ഫുഡ് റീൽസ് ഒക്കെ കാണും. റോഹൻ വരുമ്പോൾ നമ്മള് ആണോ വയസ്സോ മഴക്കാറുണ്ടല്ലേ? നമ്മള് ഇങ്ങോട്ട് വന്നപ്പോ മഴ എന്റെ ഭാഗ്യത്തിന് ഇപ്പൊ മഴയുടെ പെയ്തിട്ടില്ല. നമുക്ക് നോക്കാം. അപ്പൊ എന്താ ബേബിയുടെ ഫൈനൽ വേർഡിക്റ്റ് അബൌട്ട് ദ പ്ലേസ് വി ജസ്റ്റ് വെന്റ്? കൊള്ളാം, ഇഷ്ടം, അടിപൊളി. തീർച്ചയായിട്ടും തിരിച്ചു പോകും അല്ലേ? ഞങ്ങക്ക് ഇഷ്ടമാണ്, പക്ഷെ ഓവറായിട്ട് തിന്നാൻ അതെന്തായാലും കൊള്ളാം. അതും എനിക്ക് ഹണി സ്പെഷ്യൽ കേക്ക്, അവിടുത്തെ മിൽക്ക് കേക്ക് ഡു ട്രൈ ഔട്ട് ഗൈസ്. അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഞെട്ടിപ്പോയി അല്ലേ? ഹണി സ്പെഷ്യൽ കേക്കില് മിൽക്ക് കേക്ക്, മാംഗോ ഫ്ലേവേർഡ് മിൽക്ക് കേക്ക് മറന്നുപോയി. അതാ കോമഡി. അതായത് നമ്മുടെ ഓഹന ആക്ച്വലി മിൽക്ക് കേക്കിനെക്കാളും ഇഷ്ടമായി. ഓർമ്മയില്ല.
ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ആണെങ്കിൽ ഞാനത് ഓർത്തിരിക്കാറുണ്ട് ഗൈസ്. സോ വി ആക്ച്വലി ലവ് ദിസ് പ്ലേസ്. സോ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലോട്ട്സ് ഓഫ് ലവ് ടു ഓൾ ഓഫ് യു. ഇനിയും ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വരികയായിരിക്കും. ബൈ. ഐ ഗോട്ട് ദി ബദാം വൺ. എടാ ഇവിടെ മാംഗോ വാങ്ങിച്ചേ. ഇത് ആക്ച്വലി ഭയങ്കര ടേസ്റ്റ് ആട്ടോ മാംഗോ. ബട്ട് ഐ വെന്റ് ഫോർ ബദാം. ഇതിന് ആകെ 40 rupees ഉള്ളൂ അല്ലേ. ഇതാണ് നമ്മളെപ്പോഴും വരുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമൂൽ. അടിപൊളിയാണ് ഗൈസ്.